സൂപ്പർ 20യിലേക്ക് സ്വാഗതം. സൂപ്പർ 8ലെ ആദ്യ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. റണ്ണറപ്പ് ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 1ലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ശ്രീലങ്കയെ ന്യൂസിലാൻഡ് സമനിലയിൽ തളച്ചതിനാലാണ് മത്സരം സൂപ്പർ 8ലേക്ക് നീങ്ങിയത്. നാലാമത് 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങളുടെ തുടക്കം വിജയം കൊണ്ട് വരവേൽക്കാനായത് ശ്രീലങ്കൻ ജനതയുടെ സൗഭാഗ്യമാണ്. നിശ്ചിത ഓവറിൽ ഇരു ടീമുകളും 174 റൺസ് വീതം എടുത്തതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീളുകയായിരുന്നു. ന്യൂസിലാൻഡിന്റെ ടിം സൗത്തിയുടെ സൂപ്പർ ഓവറിൽ ലങ്ക 13 റൺസ് എടുത്തപ്പോൾ കിവികൾക്ക് 7 റൺസ് മാത്രമാണ് നേടാനായത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ലസിത് മലിംഗയുടെ സൂപ്പർ ഓവറാണ് നിർണായക ശക്തിയായത്. It's close to the boundary. It's going to be caught. It is caught. That's a brilliant catch under pressure. That was so close to the line. ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമാർക്ക് സൂപ്പർ ഓവറിൽ വിജയ സാധ്യത ഉണ്ടായിരുന്നിട്ടുകൂടി അവർ പതറിപ്പോയത് ലസിത് മലിംഗയുടെ കൗശലപൂർണമായ പന്തുകൾക്ക് മുന്നിലാണ്. നേരത്തെ ടോസ് നേടി ബാറ്റ് ചെയ്ത കിവികൾ ഓപ്പണർമാരായ റോബി നിക്കോളിന്റെയും മാർട്ടിൻ ഗുപ്റ്റിന്റെയും മികവിലാണ് 20 ഓവറിൽ 174 എന്ന സ്കോർ നേടിയത്. 40 പന്തിൽ നിന്നാണ് നിക്കോൾ തന്റെ കന്നി അർദ്ധശതകം കുറിച്ചത്. 3 ബൗണ്ടറിയും 4 സിക്സറും പറത്തിയാണ് നിക്കോൾ 58 റൺസ് നേടിയത്. 7.3 ഓവർ നീണ്ട ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ 57 റൺസ് പിറന്നു. ഗുപ്റ്റിന് ശേഷം ബ്രണ്ടൻ മക്കല്ലം എത്തിയതോടെ റൺ റേറ്റ് ഉയരുന്നതും നാം കണ്ടു. തിലകരത്ന ദിൽഷനും ക്യാപ്റ്റൻ മഹേള ജയവർദ്ധനയും ചേർന്ന് തുടക്കത്തിലെ ശരവേഗത്തിൽ റൺസുകൾ വാരിക്കൂട്ടി. 7.2 ഓവർ ആകുമ്പോഴേക്കും 80 റൺസാണ് പാർട്ട്ണർഷിപ്പ് കെട്ടിപ്പടുത്തത്. 26 പന്തിൽ നിന്ന് ജയവർദ്ധന 3 സിക്സറും 3 ബൗണ്ടറിയും പറത്തി. 11 ഓവർ കഴിയുമ്പോൾ 113 റൺസ് എടുത്ത ആതിഥേയർക്ക് പക്ഷേ ജയിക്കാൻ 9 ഓവറിൽ 9 വിക്കറ്റ് ശേഷിക്കെ 62 റൺസ് മാത്രം മതിയായിരുന്നു. 13-ാം ഓവറിൽ ആദ്യ പന്തിൽ സംഘക്കാര റണ്ണൌട്ടായതോടെ മത്സരത്തിന്റെ ഗതി കീഴ്മേൽ മറിയുന്നതും നാം കണ്ടു. സ്പോർട്സ് ഡെസ്ക് TCV. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ 15 റൺസിന് നിലംപരിശാക്കിയാണ് വെസ്റ്റ് ഇൻഡീസ് തങ്ങളുടെ സൂപ്പർ 8ലെ രംഗപ്രവേശം സൂപ്പറാക്കിയത്. ഇതോടെ ആരാധകർക്കിടയിൽ ഇത്തവണത്തെ ചാമ്പ്യൻ സാധ്യതയുള്ള ടീമുകളിൽ മുൻപന്തിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ്. സൂപ്പർ 8ലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തൂത്തുവാരി കരീബിയൻ സുന്ദരന്മാർ വിജയക്കൊടി പാറിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 5 വിക്കറ്റിന് 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് 164 എന്ന സ്കോറിൽ വെസ്റ്റ് ഇൻഡീസ് ബൗളർമാരുടെ കൈകളിൽ കുടുങ്ങി. 179 റൺസ് എന്ന വിൻഡീസിന്റെ കൂറ്റൻ സ്കോർ മറികടക്കാൻ ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് തുടക്കം തന്നെ പിഴച്ചു. ഓപ്പണർ കീസ് മെറ്ററും മൂന്നാമനായ ലൂക്ക് റൈറ്റും ആദ്യ ഓവറിൽ തന്നെ സ്കോർ ബോർഡിൽ അക്കങ്ങൾ എഴുതും മുൻപ് വിൻഡീസ് ബൗളർമാർക്ക് മുൻപിൽ കീഴടങ്ങി. തുടർന്ന് ബാറ്റ് ചെയ്ത ഹാൾസ് 68 റൺസും മോർഗൻ 71 റൺസും എടുത്തെങ്കിലും ഇംഗ്ലണ്ടിന്റെ വിജയത്തിന്റെ പടികടത്താൻ അതിന് കഴിഞ്ഞില്ല. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർമാരായ ജോൺസൺ ചാൾസ് 84 റൺസും ക്രിസ് ഗെയിൽ 58 റൺസും എടുത്തു. ഇവരുടെ അർദ്ധ സെഞ്ചുറികളുടെ കരുത്താണ് വിൻഡീസിന് കൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ കഴിഞ്ഞത്. സിക്സറുകളുടെ തമ്പുരാനായ ക്രിസ് ഗെയിൽ ഈ മത്സരത്തിലും ഗ്യാലറികളെ ആവേശത്തിലാഴ്ത്തി. 4 സിക്സറുകൾ ഗെയിൽ പറത്തി. 10 ഓവർ കഴിഞ്ഞപ്പോൾ വിൻഡീസ് വിക്കറ്റ് നഷ്ടമില്ലാതെ 103 റൺസ് വാരിക്കൂട്ടി. In the air, it's over the top of third man and he skips away, bounces into the boundary. Got that away and it's he's missed it into. Or he's hit that hard and high and will it be caught? No, it won't. I think it's just carried. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ ബൗണ്ടറികളെല്ലാം ഫീൽഡിംഗ് മികവിലൂടെ വിൻഡീസ് താരങ്ങൾ വിപുലമാക്കുകയായിരുന്നു. കളിക്കളത്തിൽ എന്നും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കരീബിയൻ സുന്ദരന്മാരുടെ അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ഗ്യാലറികളിലെ ഹർഷാരവങ്ങൾ. സ്പോർട്സ് ഡെസ്ക് TCV. ഇന്നലത്തെ ആദ്യ സൂപ്പർ 8 മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി തിലകരത്ന ദിൽഷൻ. ലങ്കൻ ടീമിന്റെ തിലകക്കുറിയാണ് ഈ താരം. ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റിലും ഫോം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ദിൽഷൻ തന്നെയാണ് ഇന്നലെയും ലങ്കയ്ക്ക് തുണയായത്. ഇന്ത്യയുടെ വീരേന്ദ്ര സെവാഗിനോട് സാദൃശ്യമുള്ള ബാറ്റ്സ്മാനാണ് ശ്രീലങ്കയുടെ തിലകരത്ന ദിൽഷൻ. ഏതൊരു ബൗളറെയും എല്ലാ ആക്രമണ സാധ്യതകളും ഉപയോഗിച്ചിട്ടും ഫലിക്കാതാകുമ്പോൾ മാത്രം
പ്രതിരോധത്തിലേക്ക് കടക്കുക എന്നതാണ് ഇരുവരുടെയും നയം. മടിച്ചു നിൽക്കാതെയുള്ള ആക്രമണോത്സുകതയും ടൈമിംഗും ദിൽഷനെ ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയപ്പെട്ട ബാറ്റ്സ്മാനാക്കുന്നുണ്ട്. 2009 2020 വേൾഡ് കപ്പിലാണ് ചീറിപ്പാഞ്ഞുവരുന്ന ബോളിനെ കുസൃതി കുട്ടിയെ പോലെ തലയ്ക്ക് മുകളിലൂടെ കോരിയെറിഞ്ഞ് ബൗണ്ടറി കടത്തുന്ന കളി പുറത്തെടുത്തത്. ആരാധക ലോകം അതിനെ ദിൽ സ്കൂപ്പ് എന്ന് പേരിട്ട് വിളിച്ചു. എന്നാൽ അന്നോളം കണ്ടിട്ടില്ലാത്ത ബാറ്റിംഗ് ശൈലി കണ്ട് ബൗളേഴ്സും ക്രിക്കറ്റ് വിദഗ്ധരും അന്തം വിട്ടു നിന്നുപോയി. Tilakarani Dilshan had a great time in the... Oh, that's gone as well for 4. Well, look at that. Beautifully played. We've seen power and now we've seen touch. തുടക്കത്തിലെ ആക്രമിച്ച് കളിക്കുന്ന രീതിയും ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും മികച്ച സ്കോറുകൾ ഉയർത്തുന്ന പതിവും ദിൽഷനെ ഓപ്പണർ പദവി കൽപ്പിച്ചു കൊടുത്തു. 2009 മാത്രം 11 അന്താരാഷ്ട്ര സെഞ്ചുറികളും 2020 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡും കരസ്ഥമാക്കി ദിൽഷൻ. 2001 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് ദിൽഷൻ നിറം മങ്ങിപ്പോയത്. എന്നിരുന്നാലും തന്റെ മികവുറ്റ പ്രകടനങ്ങൾ കൊണ്ട് ഇന്നത്തെ അപകടകാരിയായ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് താനെന്ന് ദിൽഷൻ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫീൽഡിംഗിൽ ക്യാച്ചെടുത്തും ബൗണ്ടറി തടുത്തും മിന്നൽ പിണർ പോലെ മൈതാനിയിൽ ദിൽഷന്റെ സാന്നിധ്യമുണ്ടാകും. ഇന്നലത്തെ സൂപ്പർ ഓവറിൽ മലിംഗയുടെ 5ാം പന്തിൽ ഗുപ്റ്റിൽ പറന്നു വീണതും ദിൽഷന്റെ കൈകളിലായിരുന്നു. 2011 കുമാർ സംഗക്കാരയ്ക്ക് ശേഷം ദിൽഷൻ ലങ്കൻ പടയുടെ നായകനായെങ്കിലും ഒരു വർഷം തികയും മുൻപേ മഹേള ജയവർദ്ധനയ്ക്ക് വഴിമാറി കൊടുക്കുകയായിരുന്നു. ഒടുവിൽ പല്ലക്കീലിൽ നടന്ന മത്സരത്തിൽ 53 പന്തുകളിൽ നിന്ന് 3 സിക്സർ ഉൾപ്പെടെ 76 റൺസ് എടുത്ത ദിൽഷൻ തന്നെ മാൻ ഓഫ് ദി മാച്ചുമായി. ശ്രീലങ്കയ്ക്ക് സെമിയിൽ ഇടം ഉറപ്പിക്കാൻ ഇനിയുള്ള മത്സരങ്ങളിലും ദിൽഷൻ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. That's good hit. He's picked up the length so quickly. Hit away, it's splice, but he's got enough of it. Another boundary to Dilshan. Right, what can Mills do? Oh, there's that Dilly shot. Unbelievable stuff. സ്പോർട്സ് ഡെസ്ക് TCV. സൂപ്പർ 8 മത്സരങ്ങളുടെ 2ാം ദിവസം ഇന്ത്യ ഓസ്ട്രേലിയയെ ആണ് നേരിടുന്നത്. ഇതിനു മുൻപ് പലതവണ നിർണായക മത്സരങ്ങളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇത്തവണ ജയം ആരുടെ പക്ഷത്താകുമെന്ന് കാത്തിരുന്ന് കാണണം. ഇന്ത്യക്ക് എന്നും വെല്ലുവിളി ഉയർത്തിയിരിക്കുന്ന ടീമാണ് ഓസ്ട്രേലിയ. ക്രിക്കറ്റിൽ പുതിയ ബൗളിംഗ് തന്ത്രങ്ങളും ബാറ്റിംഗ് പ്രതിരോധവും മാറി മാറി പരീക്ഷിക്കുന്നവരാണ് ഓസ്ട്രേലിയൻ ടീം. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും ഇതുവരെ കളിച്ച 82 മത്സരങ്ങളിൽ 38 എണ്ണത്തിൽ ഓസ്ട്രേലിയ വിജയിക്കുകയും 24 മത്സരങ്ങളിൽ സമനിലയിലെത്തുകയും ചെയ്തു. 20 മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് വിജയിക്കാനായത്. 2003 വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടി ദയനീയ പരാജയമാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ജോർജ് ബൈലിയുടെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയൻ ടീം മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഇന്ത്യയുമായി മത്സരിക്കുമ്പോൾ കളിക്കളത്തിൽ തീ പാറുമെന്നുറപ്പ്. കങ്കാരുപ്പടയെ അതിജീവിക്കാനുള്ള ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങളുമൊരുക്കി ഇന്ത്യൻ ബൗളർമാരും ബാറ്റ്സ്മാൻമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഏത് ബൗളർമാരെയും ആശയക്കുഴപ്പത്തിലാക്കി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വിരാട് കോഹ്ലിയും 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിൽ 6 സിക്സർ പറത്തിയ യുവരാജ് സിംഗിന്റെ സാന്നിധ്യവും ഇതുവരെയുള്ള ടീം ഇന്ത്യയുടെ മിന്നുന്ന പ്രകടനവും ഓസ്ട്രേലിയൻ ടീമിന്റെ തന്ത്രങ്ങളെ മറികടക്കാൻ സഹായിച്ചേക്കും. Pulled away, leg side, it's 4, it doesn't matter, it's India! More importantly, it's India versus Pakistan in the final on Monday. Look at these scenes. Sports Desk, TCV. ഇന്ത്യയെ ലോകകപ്പിൽ മുത്തമിടാനും 2020 ആദ്യ ലോകകപ്പ് ഉയർത്തി ചരിത്രം കുറിക്കാനും ടീമിന് കരുത്തു പകർന്ന രാജകുമാരൻ യുവരാജ് സിംഗ് അസുഖത്തിന്റെ വിലങ്ങഴിച്ച് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഒരു ക്രിക്കറ്റർക്ക് മാത്രമല്ല,
ജീവിതത്തിൽ പ്രശ്നങ്ങളെ കണ്ട് പകച്ചു നിൽക്കുന്ന സാധാരണക്കാരനും യുവിയുടെ ഈ തിരിച്ചുവരവ് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. ഫീനിക്സ് പക്ഷി എന്ന വിശേഷണം തീയിൽ കുരുത്തവർക്കുള്ളതാണ്. ഇന്ത്യയുടെ ഫീനിക്സ് പക്ഷിയായി യുവരാജ് എന്ന ചങ്കൂറ്റമുള്ള കായിക താരം മാറിത്തീരുകയാണ്. ജീവിതത്തിന്റെ ക്രീസിൽ വിധിയുടെ യോർക്കറുകളെ സിക്സറിന് പറത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ യുവരാജാവ് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഏറെക്കാലത്തെ ക്രിക്കറ്റ് പ്രേമികളുടെ നിശബ്ദ പ്രാർത്ഥനകളുടെ കൂടി സാഫല്യമായിരിക്കണം യുവി 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ മടങ്ങിയെത്തിയത്. ഒന്നിനെയും കൂസാത്ത പ്രകൃതം ജന്മസിദ്ധമായതിനാൽ തന്നെ ക്യാൻസർ രോഗാണുക്കൾ പോലും ഈ ശരീരത്തെ കടന്നാക്രമിക്കാൻ മടി കാണിച്ചിരിക്കണം. യുവരാജ് കംബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തി നിശബ്ദ പ്രാർത്ഥനകൾ കൈമാറി സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ തോറും സന്ദേശം പങ്കുവെച്ചുകൊണ്ട് കാത്തിരുന്നവർക്കായി ഇന്ത്യയുടെ യുവരാജാവ് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇനി പേരിനെ അന്വർത്ഥമാക്കും വിധമുള്ള രാജകീയമായ ഇന്നിംഗ്സുകൾക്ക് നെടുനായകത്വം വഹിക്കുന്ന കാഴ്ചകൾക്കായാണ് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സ് ദാഹിക്കുന്നത്. Put away in style. Yuvraj goes into the crowd. That's massive. Right. That's a good shot. This will pierce the offside field and find the boundary. അർബുദ രോഗത്തിന്റെ കടന്നാക്രമണമുണ്ടായപ്പോൾ പതറിപ്പോയ യുവരാജിനെ അമ്മ ശബ്നമാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. എത്രയോ തവണ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ ടീമിനെ സ്വന്തം ചുമലിലേന്തി പടപൊരുതിയ അനുഭവ പാഠങ്ങളായിരുന്നു ജീവിതത്തിന്റെ ക്രീസിലും യുവിക്ക് തുണയായത്. കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഈ പോരാളിയുടെ രോഗബാധ ക്രിക്കറ്റ് പ്രേമികൾ ഞെട്ടലോടെയായിരുന്നു ഏറ്റുവാങ്ങിയത്. സിംഹളവീര്യം തുളുമ്പുന്ന ശ്രീലങ്കൻ മണ്ണിൽ 2020 യുവി തിരികെ എത്തുമ്പോൾ 2007 ഒരു ഓവറിൽ 6 സിക്സർ അടിച്ച യുവിയുടെ സംഹാര താണ്ഡവങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് കായിക പ്രേമികൾ. ബാറ്റ് കൊണ്ടും ബോളുകൊണ്ടും യുവി തന്റെ രാജസൂയത്തിന് ഇതിനകം തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇടം കൈകൊണ്ട് ഫ്രണ്ട് ഫുട്ടിൽ മനോഹരമായ സിക്സറുകൾ ഉതിർത്തുകൊണ്ട് ഫീൽഡിൽ പറക്കുന്ന പ്രതിരോധ ഭടനായി, പന്തുകൊണ്ട് എതിരാളികളെ വട്ടം കറക്കുന്ന ഇന്ദ്രജാലക്കാരനായി, സർവോപരി തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും ഉൾക്കരുത്തിന്റെയും അവസാന വാക്കായി ഈ പടക്കുതിരയുടെ അശ്വമേധങ്ങൾക്കായി ലോകം കാത്തിരിക്കുകയാണ്. തളരാത്ത പോരാട്ട വീരമേ, നിന്റെ പേരാണ് യുവരാജ് എന്ന നിശബ്ദ മന്ത്രണവുമായി. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.